കളിക്കില്ലേട്ടാ, മനുഷ്യന് അറ്റാക്ക് വല്ലതും വരും. ഐഷി ഇത്ര ധൈര്യം ഇല്ലാത്ത ആളാണോ സമരം ചെയ്യാൻ പോണേ? കളിക്കാനില്ല കേട്ടാ. ഇതെവിടെ നിന്നിട്ടി? ആലിസിന്റെ. ആ നീ അതുകൊണ്ട് ആ പൗലോസ് മാമനൊന്ന് പേടിയത്. ഓ പേടിക്കും. ആ പോലീസുകാരൻ പേടിക്കുമെന്ന് നമുക്ക് നോക്കാല്ലേ പുലിയെ കണ്ട്. ആ അത് ഐഡിയ. തള്ള എവിടെ? അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. എവിടെ ഉണ്ടെന്ന്? അവിടെ ഉണ്ടെന്ന്. നിനക്ക് ഈ വീട്ടിൽ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞ തങ്കം തങ്കം എടി ഇങ്ങോട്ട് കൊണ്ടുപോവാ തേച്ചെങ്കിൽ എന്നാടി മക്കളെ ഇത് വിരിച്ചിട്. എവിടെ? എവിടെ? എന്റെ തലയില്. തങ്കം എടി ഒന്ന് വരാം. അവളെ മാത്രല്ലേ വിളിക്കുള്ളൂ, എന്നെ വിളിക്കും. എന്തെന്ന്? മോളെന്ന് വിളിക്കും. അയ്യോ മോളെ മോളെ. അയ്യോ കഷ്ടം. അവളെ കൊഞ്ചാൻ കണ്ട സമയം കണ്ടല്ലോ. എങ്ങോട്ട് കൊണ്ടുപോടി? ഓ മുടിയാണെങ്കിൽ പടി കടന്നെത്തുന്ന പദനിസ്വനം. അവിടെ കിടി തമാശ കളിക്കുന്നു. മേടിച്ചു വെക്ക് ക്ലീറ്റോ. തങ്ക നീ കളിക്കരുത്. എനിക്ക് കളിച്ചോണ്ടിരിക്കാനുള്ള സമയമല്ല, അറിയാലോ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഓ ഇന്ന് സന്തോഷിക്കാൻ എങ്ങനെ ഇരിക്കണത്? ഞാൻ പാലായിൽ വന്നതിന് ശേഷം ആദ്യത്തെ പാർട്ടിയുടെ പരിപാടി. ഇതെല്ലാം തീർത്തു വെച്ചേക്കാ തള്ളേ മോളും കൂടെ. ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് സൗന്ദര്യമായി ജനിച്ച ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ എന്നും പീച്ചുന്നത് നിങ്ങളാ. ഇത് വെയിലത്ത് നിൽക്കാനുള്ളതാ കിട്ടില്ലെങ്കിലേ. അങ്ങനെ പാലായിൽ വന്നതിന് ശേഷം ആദ്യത്തെ പാർട്ടി പരിപാടി കോട്ടയം കളക്ടറേറ്റ് ഉപരോധം. ഓഹോ, അപ്പൊ തുടക്കവും ഒടുക്കവും ഒക്കെ ക്ലീറ്റോന്റെ കൈ കൊണ്ട്. നിന്റെ ഒടുക്കപ്പ് എന്റെ കൈ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെയെങ്കിലും ഇറങ്ങുമ്പോ വന്നു നിന്നിട്ട് ഇങ്ങനത്തെ വളവളത്തെ വർത്താനം പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളതാ കേട്ടോ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ എന്തപ്പോ നല്ല കാര്യം എന്താ ചെയ്യാൻ പോണേ? ഈ റബ്ബറിന്റെ താങ്ങ് വില നിശ്ചയിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കർഷകർക്ക് വേണ്ടി ഒരു ചെറിയ സമരം. പിന്നെ കർഷകരുടെ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്ത് സാധനം? റബ്ബറിന്റെ താങ്ങ് വില ഉണ്ടല്ലോ, അത് സ്ഥിരപ്പെടുത്തണം. റബ്ബറിന്റെ താങ്ങ് വില. അപ്പൊ അതിന് 1 കിലോ റബ്ബർ ഷീറ്റിന് എത്ര രൂപ? 1 കിലോ റബ്ബറിന് പിന്നെ റബ്ബറിനിപ്പം നിങ്ങള് പുറത്തിറങ്ങല്ലേട്ടോ. നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകും. ഇങ്ങനെയുള്ള മുതൽ നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. കാര്യമുണ്ട് അവിടെ ചെല്ലുമ്പോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ കാര്യമാണെങ്കിൽ എഴുതി തരും. പിന്നെ നമ്മുടെ തീപ്പൊരി പ്രസംഗമല്ലേ ബാക്കി. അതുകൊണ്ടോ പിടിച്ചോണ്ട് പോകുന്നു തള്ള വേണമെങ്കിൽ. പണ്ടൊരു പ്രസംഗം നടത്താൻ പോയത് ഓർമ്മയുണ്ടോ? ഈ ജിമ്മാരി സ്കൂളിൽ എന്റെ പ്രസംഗം കേട്ടല്ലേടി നീ എന്റെ അവിടെ വന്നത് ഇല്ലേ? ആ സ്കൂളിൽ അങ്ങനെയൊക്കെ ഉണ്ട് കഥ. അത് മറ്റേ ചെക്കനെ എഴുതി തന്നുള്ളത് പിന്നീടല്ലേ ഞാൻ മനസ്സിലായത്. നിന്റെ തള്ള ഉണ്ടല്ലോ ചുമ്മാ പുളു പഠിക്കണ. നീ ചുമ്മാരി നീ അന്ന് എന്റെ പിറകെ കിടന്ന് അതൊക്കെ തന്നെ എന്നെ കൊണ്ട് അധികം പറഞ്ഞിട്ടില്ല. കൊച്ചിനെ ഉപയോഗിച്ച് അനാവശ്യം പറയരുത്. പിന്നെ ഇതിൽ ഒരു സാധനം ഇല്ലോടി. ഇത് എന്താണ്? ഇതില്ലല്ലോ, അത് വരണ്ടല്ലോ, അത് കരഞ്ഞരഞ്ഞല്ലോ വരുന്നേ. നാളെ മോളും കൂടെ മുഴുവനും തീർത്തോണം കേട്ടോ. ഐശ്വര്യ റോയ് സുസ്മിത സെന്നാണ്. എന്താ സംശയം? നിങ്ങൾക്ക് കിട്ടിയ 2 നിധികളായിരിക്കുന്നത്. തന്നെ തന്നെ. ഇത് വേറെ ആർക്കും ഇനി വേറെ പലതിനി ഒന്നും വരാനില്ല. വരാനുള്ളത് മുഴുവനും ദേ വന്നങ്ങ് ഇരിപ്പുണ്ട്. വരാനുള്ള മുഴുവൻ വന്നിട്ടില്ല. ചെല്ലുമ്പോ കിട്ടും. ഡാഡിയുടെ പ്രസംഗം ടിവിയിലുണ്ട്. നീ ഇരുന്ന് കണ്ടോളാം. പറ്റുമെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഡാഡി എപ്പോഴും ഇതാണല്ലോ. ഇന്നൊരു പ്രസംഗം വന്നിട്ടുണ്ടോ ടിവിയില്? ഞാൻ കണ്ടിട്ടില്ല. നീ നോക്കിയോടി തക്കളി. നിന്റെ പേപ്പർ ഒപ്പിടാൻ നീ വരുമല്ലോ സ്കൂളിലെ മാർക്ക് വരുമ്പോ. അപ്പൊ ഡാഡി അവൻ സോപ്പ് ഇട്ടോണം. കാണിച്ചു തരാം ഞാൻ കേട്ടാ. മാർക്ക് കുറയണം. ഇത് ഞാൻ ശരിക്കും പറഞ്ഞതാട്ടോ. ഇത് ഞാൻ കളിയാക്കണല്ല. അവിടെ യുദ്ധം ഉണ്ടാവാതെ നോക്കണം. അത് ചിലപ്പം പിക്കറ്റിംഗ് ഒക്കെ നടക്കുമ്പോ ഒന്നും പറയാൻ പറ്റില്ല. പോലീസുകാർ നമ്മുടെ അടുത്ത് മര്യാദക്ക് ഇടപെട്ടാൽ ഞങ്ങൾ വളരെ മര്യാദയായിട്ട് ഞങ്ങളും മര്യാദയുടെ വിഷയമല്ല, എന്തായാലും കിട്ടും നിങ്ങക്ക്. ഇപ്പൊ ഒരെണ്ണം ഞാൻ തരും. കളിക്കരുത്. അത് ഏത് അവൻ നമ്മുടെ പാർട്ടി ചേർന്ന? പിന്നെ ബോധമുണ്ട്. പിന്നെ പൗലോച്ചായൻ അവിടെ ഡ്യൂട്ടി ഉണ്ടെന്ന്. കളക്ടറേറ്റില്ല നമ്മുടെ സമരത്തിനാ? എന്ത് വന്നാലും മുഖത്തിനൊന്നും പറ്റാതെ നോക്കണേ. കിണിക്കല്ലേ ഇത്രയും നികൃഷ്ടമായ ഒരു ജീവി. ഞാനോ? അല്ല ഞാൻ. എടി നിനക്ക് നിന്റെ ആങ്ങളെയും നിന്റെ തന്തയും അവര് തന്നെയാണല്ലോ ലോകത്തിലെ ഏറ്റവും 2 മഹത് വ്യക്തികൾ അല്ലേ? ഓ തന്നെ. എനിക്ക് വേറൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ അതല്ലാന്ന് തെളിയിക്കാൻ. നിങ്ങളൊന്നും തെളിയിച്ചിട്ടില്ലല്ലോ.
എടീ കാലം തെളിയിക്കും, നീ നോയിക്കോ. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. പൗലോച്ചായൻ വരണുണ്ട്, സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോളണം. അവിടെ ചെന്ന് നിന്ന് വർത്താനം ഉണ്ടാക്കി വെറുതെ തല്ലും പിടി ആക്കരുത്. ഇന്ന് അവിടെ ഡ്യൂട്ടിക്കുണ്ടല്ലേ? ഇന്ന് അളിയനെ ഒന്ന് തിരിച്ചറിയും. ക്ലീറ്റ് ആരാണ് നിന്ന് അവൻ മനസ്സിലാക്കും. എൻ്റെ തീപ്പൊരു പ്രസംഗം കേൾക്കുമ്പോണ്ടല്ലോ അവൻ നമ്മളെ പാർട്ടിയിലോട്ട് വരും. അവനിവിടെ എന്നെ ഒരു വിലയും നിലയില്ല. ഉദ്ഘാടന പ്രസംഗം ഞാനാ. അതുകൊണ്ട് ഈ പോലീസ് എന്നൊക്കെ പറയണ എന്താണ്? അല്ല ഞാൻ ചോദിച്ചു, ഇവൻ എങ്ങനെ പോലീസിൽ വന്നത്? അവന്റെ തന്ത മരിച്ച ഇതിൽ കിട്ടിയതല്ലേ? മരിച്ചെന്ന് പറയണ്ട, കൊന്നെന്ന് പറയണ്ട. അനാവശ്യം പറയരുത്. ഈ കാര്യം ഇപ്പൊ ക്ലാരനോട് പറഞ്ഞത്. ഈ കാര്യം അവിടെ ആർക്കും അറിയാൻ പാടില്ല. ഇങ്ങനെ ജോലി കിട്ടിയെന്നുള്ളത്, അപ്പന്റെ ജോലി കിട്ടിയേക്കണെന്നുള്ളത് ക്ലീറ്റോ ദേഷ്യം വരുമ്പോഴത്തേനും അവിടെ നിന്ന് വിളിച്ചു പോരുത്. എങ്ങനെ പറയാതിരിക്കുക? ഈ 3 അടി പൊക്കവും ഈ 13 ഇഞ്ച് നെഞ്ചിളവുള്ള ഇവനൊക്കെ എങ്ങനെ പോലീസിൽ എടുക്കാനാണ്? തീരെ ബുദ്ധിയില്ലാത്ത ക്ലീറ്റോ പാർട്ടിക്ക്. അതെന്റെ ഭാര്യക്ക് ഇത്തിരി ബുദ്ധി കൂടുതലാണെന്ന് അവർ അറിഞ്ഞു. അങ്ങനെയാണ് എന്നെ പാർട്ടിയിൽ എടുത്തത്. കുറെ നേരമായിട്ട് ദേഷ്യം. അതെ, വളവളാന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചായ വല്ലതും ഉണ്ടെങ്കിൽ എടുക്ക്. എനിക്ക് എടുത്തോ, ബിസ്ക്കറ്റ് എടുത്തോ. ഇപ്പഴല്ലേ കൊച്ചനെ തിന്നത്? ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം, എനിക്കൊന്നും വേണ്ട, എല്ലാം അവക്ക് കൂടെ അവളെ കൂട്ടു. നീ ഇങ്ങനെ ഒരു തീറ്റിപ്പണ്ടാരം മുടിയാണെങ്കിൽ ഒതുങ്ങുന്നുമില്ല. വെട്ടിക്കള ക്ലീറ്റോ, തല വെട്ടിക്കള. വേറെ എന്താ പണി ചായ? ഉച്ചയ്ക്ക് ഊണിനുണ്ടാവോ? ഇന്ന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. ഇനി റബ്ബർ കർഷകരുടെ കളക്ടറേറ്റ് മാർച്ചുണ്ട്. എന്റെ ആങ്ങളെ ക്ലീറ്റസ് നേതാവ് പങ്കെടുക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല കാര്യല്ലേ? അല്ല, ശരിക്കും നിങ്ങൾ ഒത്തൊരുമയോട് പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിരുന്നു. രസമാണ്, പക്ഷെ അത് ഈ ജന്മത്തുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അവൻ ഈ നാട്ടിൽ എന്ന് കാലുകുത്തി അന്ന് തുടങ്ങി എന്റെ തലവേദന. ഞാനിപ്പോ ഏതാണ്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന പോലെ ആണല്ലോ എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് തോന്നണല്ലേ, നിങ്ങൾ വാടകയ്ക്ക് താമസിക്കണം, അവർക്കും അത് തന്നെയാ തോന്നണേ. അതെ അതെ, നിന്റെ എല്ലാ തോന്നലും നേരെയാണോന്നില്ല കേട്ടോ, സത്യമാണോന്നില്ല. ഈ കണക്കിന് ഇച്ചായൻ ഇങ്ങനെയാണ് അവനോട് കാണിക്കണമെങ്കിൽ അവര് ഇവിടെ അധികം കാലമൊന്നും ഉണ്ടാവില്ല, അവരവരുടെ പാട്ടിന് പോകും. അത് തന്നെ എന്റെ ആഗ്രഹം. ആഹാ, എന്തിനാ ഏതിനും അതെ. ഇച്ചായൻ ഒന്ന് പറഞ്ഞ് രണ്ടാമക്കിന അവനെ കുറ്റം പറയും. പപ്പാ, മമ്മി പറഞ്ഞാലും കാര്യമുണ്ട്. എന്താ കാര്യം? ഏത് നേരം അവരോട് വഴക്കുണ്ടാക്കാൻ പോകരുത്. പിന്നെ നമ്മൾ അടവൊന്ന് മാറ്റി പിടിക്കണം. എന്താണോ മാറ്റി പിടിക്കാൻ? സ്നേഹിക്കണം. ഓ, എന്റെ പുതിയൊരു ഐഡിയ. ഓടെ ഇറക്കാം പപ്പ. അതല്ല പപ്പ, അതായത് സ്നേഹിക്കണം. ആര്? ക്ലീറ്റോസ് അങ്കിളിനെ. നീ കാര്യം എന്താ വെച്ചാ പറ, ഒന്ന് കേക്കട്ടെ. എന്താ? അതായത് അടവൊന്ന് മാറ്റി പിടിക്കണം. എങ്ങനെ? ശരിക്കും അവരെ ഒന്ന് സ്നേഹിച്ച് കയ്യിലെടുക്കണം. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഇന്ന് രണ്ടുപേരും ഒരു സ്ഥലത്തേക്കല്ലേ പോണേ, എന്താ ഉപരോധത്തിനോ? ആ, ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. എങ്ങനെ? നീ കാര്യം പറയേ. പപ്പ ഇവിടുന്ന് ഇറങ്ങുമ്പോ പപ്പ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക്, എന്നിട്ട് തീരുമാനിക്കും. ഞാൻ എന്റെ കൊച്ചിനടുത്ത് ഒരു രഹസ്യം പറയട്ടു. നീ കേൾക്കണ്ട, നീ കേൾക്കണ്ട. എന്നെ എന്താ അറക്കപ്പൊടി കൊടുത്ത് മേടിച്ചു? ടിവിയിൽ വരുമ്പോ കാണണേ. ഞാൻ ഒന്നും പറഞ്ഞില്ല, മാച്ച് കളഞ്ഞു. ഓ, ഇങ്ങനെ ഒരു വിത്ത്. മോർണിംഗിലെ പിന്നെ വരവ് സുഖളിയാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ അനുഭവിച്ച സുഖം വേറെ എങ്ങും അനുഭവിച്ചിട്ടില്ല. അത് കേട്ടാ മതി. മാത്രമല്ല, ഞാനിപ്പോ കുറെ ദിവസം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നീട്ടായിട്ടൊന്നും ഗ്ലാമർ ആയിട്ടുണ്ടല്ലേ? ഒന്ന് സുന്ദരനായിട്ടുണ്ട്. അതല്ലെങ്കിൽ അവൻ സുന്ദരൻ തന്നെയല്ലേ? നീ ചൂടാണ്. ഞങ്ങള് കുടുംബമായിട്ട് അങ്ങനെ തന്നെയാ. അതല്ലടി, വേറെ കാര്യമുണ്ടല്ലോ. ഞാന് ഈ വെള്ളം ഇട്ടോണ്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, എന്റെ അടുത്ത് കുറെ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്, ക്ലീറ്റോ നിങ്ങളെ കണ്ടാൽ ഒരു മന്ത്രിയുടെ ഒരു എടുപ്പൊക്കെയാണ്. എനിക്ക് ഇത് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം കണ്ടിട്ട് അന്ന് ഞാൻ ഇറങ്ങി പോകുന്നത്. എന്താ ഈ നിലയിലായില്ലേ? പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നീ എങ്ങോട്ടാ പോണേ? ഞാൻ കളക്ടറേറ്റ് പോരോ. ഡ്യൂട്ടി. അളിയൻ അവിടെ ഡ്യൂട്ടിയാണോ? അളിന് ഇടയ്ക്ക് എവിടെ കയറാനൊന്നുമില്ലല്ലേ? എനിക്ക് പിന്നെ ഒന്നും കയറാനില്ല. അളിയൻ ഇനി വേറെ എവിടെ ഉണ്ടെങ്കിൽ തന്നെ അളിയനെ കൊണ്ട് വിട്ടിട്ടേ പോകുള്ളൂ. ബുദ്ധിമുട്ടാവോ? ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അളിയ. അത് കുറച്ച് നാളെ ഞാൻ പറയണമെന്ന് വിചാരിക്കണം. അറിയാം, ഒരു സെൽഫി അളിയനും ഞാനും. എല്ലാവരും അത് നമുക്ക് എടുക്കളിയാ. എനിക്ക് അളിയനും ഞാനോട്ട് സെൽഫി കുറെ നാളായി എന്റെ ഒരു ആഗ്രഹം. സെൽഫി ആക്കണ്ട, എടുത്തരാം. അന്നേരം നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും.
അങ്ങളെ വാ അങ്ങളെ. നല്ല പോലെ എടുക്കേ. ഇതേ ഞാൻ മന്ത്രിയായി കഴിഞ്ഞാലൊക്കെ അളിയത് വെച്ചേക്ക് ആരെങ്കിലും കാണിക്കാം. ഞാനിത് ഉപയോഗിക്കാളേ. പിന്നെ ശരി ഇത് മതിയോടാ. ഇച്ചിരി ചിരിക്കാം. ഇച്ചിരി സ്മൈൽ. നിങ്ങൾ അത്രയും ബലം പിടിക്കില്ലേ? തൊപ്പി വെക്കണോ പാപ്പ? വെച്ചോളി വെച്ചോളി. അടിപൊളി കിട്ടിയോ? കഴിഞ്ഞോ? കഴിഞ്ഞോ? അടിപൊളി. മോനെ ഇതേ ഇത് കാക്കയും വെള്ളം കൂടെ എന്നാ ഒരു ചേർച്ച. ഇത് ഫേസ്ബുക്കിൽ നീ ഒന്ന് ഇടണം. ഇട്ടിട്ട് അതിന്റെ താഴെ എഴുതണം ഭാവിയിലെ മന്ത്രിയുമായി എന്റെ പപ്പ. എന്റെ ചിരി അല്പം കുഴപ്പമില്ല. അളിയന്റെ ചിരി കണ്ടാൽ മതി. എന്റെ മുഖത്തില്ലേലും ചിരി വരും. ഈ പോലീസുകാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നണല്ലേ. ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. പറഞ്ഞാലും മറക്കല്ലേ. ഞാൻ അളിയൻ്റെ കൂടെ വരണില്ല എന്ന് പറഞ്ഞത് നാളെ ഇനി ആൾക്കാർ പറഞ്ഞുണ്ടാക്കും രാഷ്ട്രീയ അളിയന് പോലീസ് അളിയന് ഡിസ്കൗട്ടെന്ന്. സാഹചര്യമല്ലേ, ഞാൻ സഹിച്ചോളാം. അളിയന് വേണ്ടിയല്ലേ. അളിയൊന്ന് പിടിക്കണേ. അല്ലളിയ ഞാൻ ഓടിക്കാം. വേണ്ട അളിയാ, ഞാൻ ഓടിക്കാം ഇവിടുന്ന്. പപ്പാ അല്ല, ടൗൺ വരെ ഞാൻ ഓടിക്കാന്ന്. പപ്പാ വിളിക്കുന്നു പുന്നാര മോൻ. ഞാനേ കാലിന് ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ മെല്ലെ ഇങ്ങനെ സൈഡ് ഇരിക്കാം കേട്ടോ. അളിയിൽ എപ്പോഴും സൈഡാണല്ലോ. ഇരിക്കട്ടെ അളിയാ. പോട്ടെ. എന്താ പറ്റിയെന്ന് ചേട്ടന്? അല്ല, ഇന്നലെ വരെ ഇങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് ഇച്ചാനല്ലെങ്കിൽ സ്നേഹമുള്ള കൂട്ടത്തിലാണ് നാത്തൂന്. പിന്നെ ഈ ജോലിയുടെ ഒക്കെ തിരക്കാരനും അങ്ങനെ കാണിക്കാൻ ഇങ്ങനെ സ്നേഹം പുറത്തേക്ക് കാണിക്കാൻ അറിയില്ല. എല്ലാം ഉള്ളിലുണ്ടെന്ന്. എനിക്കങ്ങ് സന്തോഷായി. ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല. ഇതാണ് തോരൻ വെക്കാനുള്ള അച്ചിങ്ങ. അതെല്ലാം വാടി തുടങ്ങി. ഇത്തിരി ഒരു ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കും നാത്തൂന്. വെള്ളം എടുക്കട്ടെ. ഞാനേ ഞാനതോ ചോദിക്കാൻ നിന്നത്. ശരിക്കും എന്ത് പറ്റി ചേട്ടന്? എനിക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. നിന്റെ പരാതിയൊക്കെ തീർന്നില്ലേ ഇപ്പൊ? അല്ല, പരാതിപ്പെടാതെ എങ്ങനെ ഇരിക്കും? ഇതുവരെ ഞങ്ങളോടൊന്നും സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി ഒന്ന് മര്യാദക്ക് സംസാരിച്ചിട്ടും കൂടി ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, ഇച്ചാന്റെ മനസ്സിലൊന്നുമില്ല, പാവമാണ്. പിന്നെ ഈ സ്വത്തൊക്കെ എങ്ങാനും നഷ്ടപ്പെട്ടു പോയാലൊന്ന് പേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണം. നിങ്ങളെങ്ങാനും അതൊക്കെ അടിച്ചു മാറ്റിയാലോ? എന്നാലും വീട്ടിൽ വരുന്ന ആൾക്കാരോട്. പക്ഷെ ഇത് പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്താ കാര്യം? ഇന്നലെ രാത്രി കിടന്നുറങ്ങണവരെ ഒരു മാറ്റമില്ല. നേരം വെളുത്ത് ഇത്ര നേരല്ലേ ആയുള്ളൂ. ഞാൻ വെറുതെയാണ് 24 മണിക്കൂർ പറയണ്ട്. ഇന്ന് കാലത്ത് ഞാൻ കുറെ ഉപദേശിച്ചതാ. ചിലപ്പോ അതിന്റെ ആയിരിക്കും, തോന്നിക്കാണും, മാറിയേക്കാം, മനസ്സൊന്നും. സന്തോഷായിട്ടാ നാത്തൂന്. അല്ലെങ്കിൽ ഇത് ചെയ്യും. ഞാൻ ഇച്ചിരി കട്ടൻ ചായ കുടിക്കട്ടെ. കട്ടൻ എന്തിനാ വേണ? നീ വെക്കണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എനിക്കും വെക്കും. എന്താണാവോ കട്ടൻ ചായ കുടിക്കാനൊരു കൊതി. തലവേദന ഉണ്ട് നല്ല. അമ്മ ഇതേപോലെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴത്തേനും കട്ടൻ വെക്കും. എന്നിട്ട് അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിടും. ഇഞ്ചി വേണോ? ഇഞ്ചി ഇതല്ലേ ഇതിന്റെ? ഇതാണ് ഇതിന്റെ? കത്തണില്ലല്ലോ. തീർന്നോ ഗ്യാസ്? നോക്കി എന്റെ സുന ഇവിടെ. അപ്പുറത്തോട്ട് വെക്കി, നോക്കി അതിലോട്ട് പോയി. അത് വെച്ച് നോക്കി. തുറ മാറി. ഞാൻ തുറന്നോളാം. പൊന്നു നാത്തൂനേ, നല്ല നടുവേദന നാത്തൂന്. ഏത് നേരം നാത്തൂനുണ്ട് നടുവേദന? എനിക്ക് ഇങ്ങോട്ട് ഞാൻ ചെയ്തോളാം. എനിക്ക് നടുവേദനയൊന്നുമില്ല. എൻ്റെ അമ്മ നല്ലോണം രക്ഷ ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രസവത്തിന്. ക്ലീറ്റോന് ഇതാ ഏറ്റവും ഇഷ്ടം. സാധാരണ ഈ പ്രകടനത്തിനൊക്കെ പോയി വരുമ്പില്ലേ, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് ചായ കൊടുത്താ പിന്നെ വേറെ ഒന്നും വേണ്ട. എന്നാ വേഗം ഉണ്ടാക്കും, എനിക്ക് കുടിക്കാൻ കൊതിയായിട്ട് വയ്യാം. എനിക്കിപ്പോ ഇന്നിപ്പോ ക്ലീറ്റോന്റെ കാര്യം ഓർത്തിട്ടാ. എന്തൊക്കെ ഈ സാധാരണ ഇങ്ങനെ പ്രകടനത്തിന് പോകുമ്പോഴേ ക്ലീറ്റോന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പൊന്നെ അതല്ലേ കേൾക്കേണ്ടത്. ഭയങ്കര സംഭവം ക്ലീറ്റോ. പിന്നെ അല്ലാതെ തിരുവനന്തപുരത്തില്ലേ മറ്റേ ക്ലീറ്റോന്റെ പ്രസംഗം കേട്ടിട്ട് എതിർ പാർട്ടിയിൽ നിന്ന്
ഒരു 10-50 ആൾക്കാർ ഒരുമിച്ച്, അതുകൊണ്ട് ക്ലീറ്റോനെ പ്രസംഗിപ്പിക്കണത് മറ്റു പാർട്ടിക്കാർക്ക് ഇഷ്ടമല്ല. എന്താ അവരുടെ അണികൾ ഇങ്ങോട്ട് പോരും. അത്രയ്ക്കും പിന്നെ ഒരു പ്രാവശ്യം മറ്റേ പെട്രോളിന്റെ വില കൂട്ടിയില്ലേ, പെട്രോളിന്റെ വില കൂട്ടിയപ്പോഴത്തേനും അതിനെ പ്രതിഷേധിച്ച് ക്ലീറ്റോ ഇങ്ങനെ പ്രസംഗിച്ചു. ആ ഒറ്റ പ്രസംഗം കൊണ്ട് മറ്റേ കേന്ദ്രത്തിലൊക്കെ അറിഞ്ഞ ആകെ പ്രശ്നമായി. ഇങ്ങനെ ഭയങ്കര പ്രതിഷേധം അറിഞ്ഞില്ല, ഇവിടെ പാലായിലൊന്നും അറിയുന്നില്ല. ഞാനറിയണ ഇവന് ഇത്ര വലിയ പുള്ളിയാർന്ന. നാത്തൂനൊക്കെ ശരിക്കും അഭിമാനിക്കാൻ ക്ലീറ്റോനെ പറ്റി ഓർത്താല്. എന്നിട്ട് അവന് ഇതുവരെ ഒന്നും മന്ത്രിയായി കാണാൻ പറ്റണില്ലല്ലോ. മന്ത്രിയൊക്കെ ആവും, ക്ലീറ്റോ മന്ത്രിയൊക്കെ ആവും. പിന്നെ അധികാരത്തിനോട് പണ്ട് മുതലേ ആഗ്രഹമില്ല, ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയത്? വീണ കനത്ത സംഘർഷമാണ്. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു, ഒപ്പം തന്നെ കണ്ണീർവാതകം പ്രയോഗിച്ചു. മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ വളരെ ഗുരുതരമായ നിലയിൽ ഇപ്പോൾ പിന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്ക് വേറെ പണിയില്ല, നിന്നെ പോലെ വട്ടൊന്നും എനിക്ക് അത് കാണിക്കൂല. കൊച്ചേ ഡാഡി എപ്പോഴും പറയാറുള്ളതല്ലേ. ഒരു വിഭാഗം മറ്റൊരു ഗേറ്റിലൂടെ കളക്ടറേറ്റിനുള്ളിലേക്ക് ശ്രമം നടത്തി. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് കാണാൻ പറ്റുന്നു. ഈ ഭാഗത്തേക്ക് ഓടിയെത്തിയെങ്കിലും പോലീസ് കൃത്യമായി അയ്യോ കറക്റ്റ് സമയത്ത് കേബിൾ പോയി. ഞാൻ എന്ത് ചെയ്യാനാ, നമ്മുടെ ഡാഡിയുടെ പ്രസംഗം കേൾക്കാനുള്ള യോഗം നമുക്കില്ല. ഓഫ് ഇട്ടാക്കിയാലോ? എന്നിട്ട് എന്താ പ്രയോജനം? ചെയ്ത് നോക്ക്. വരുന്നില്ല. കേബിള് പോയി, ബാ എന്നേക്ക്. ഇനി ഭക്ഷണം എനിക്ക് കാണണം. ഇത്രയും നേരം കഷ്ടപ്പെട്ടിരുന്നാ കണ്ട ബാക്കിയൊക്കെ. എന്നോട് പറഞ്ഞു ഞാനല്ല കേബിളിന്റെ ആള്. നിനക്ക് കാണണമെന്ന് അത്യാവശ്യമാണെങ്കിൽ അമ്മേനെ കണ്ടോ. അമ്മേ വാ എന്നക്കടി, ഡാഡിയുടെ പ്രസംഗം അമ്മ വരുമ്പോ കേൾപ്പിച്ചു തരാം. വാ എഴുന്നേക്ക്. ഇനി ഞാൻ എന്റെ വീക്ക് തരൂട്ടോ ഞാൻ. വാ അവിടെ. എടി പെണ്ണ് എവിടെയെങ്കിലും ഇരിക്കാൻ നീ. ഞാൻ വന്നേ. വേണ്ട നാത്തൂനെ, ഇത് തിരിയല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം. ചായ വന്ന് ആണാ? ആ ക്ലീറ്റ് എന്ത് ചായ? കണ്ടില്ല നമ്മുടെ കളക്ടറേറ്റ് ആകെ അക്രമാസക്തമായി. ആടിയും ബഹളവും ജലപീരങ്കിയടിയും. ഒരുപാട് പേര് ഹോസ്പിറ്റലുണ്ട്. ടി വി കാണിക്കുന്നുണ്ടല്ലോ. അയ്യോ, എന്നിട്ട് എന്താ ക്ലീറ്റോന്ന് നോക്കാൻ? രാവിലെ ചേട്ടന്റെ കൂടെ അതെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ക്ലീറ്റോ അണികൾക്കൊക്കെ നിർദ്ദേശം നൽകുന്ന ഞാൻ കണ്ടു. പിന്നെ ധൃതിയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നാലും നിങ്ങൾക്കൊന്ന് നോക്കിയിട്ട് വന്നാ പോരാ. അത് കുഴപ്പമില്ല. ക്ലീറ്റോനെ അടിയൊന്നും കൂടില്ല, നേതാവാണല്ലോ. പിന്നെ അറിയാം അടി കൊള്ളുമ്പോ എന്താ ചെയ്യേണ്ടെന്നുള്ളത്. നീർ പണേ, ഇത്തിരി വെള്ളം ചൂടാക്കി ബാത്റൂമിലേ ഇത്തിരി മേലെ ഇടണം. എത്ര ഏട്ടാ? 100 രൂപ. ചേട്ടാ ശാരീരികമായും മാനസികമായും തളർന്നു നിൽക്കണം, സാമ്പത്തികമായൊക്കെ തകർക്കൽ ഇത്രേ ഉള്ളൂ. കയ്യൊക്കെ അയ്യോ എന്താടാ ഈ മനുഷ്യൻ എങ്ങോട്ടാ പോയത്? കളക്ടറേറ്റിൽ നിന്നും പറഞ്ഞിട്ട് പള്ളിയിലൊന്നും പറ്റിയില്ല. എന്താ ക്ലീറ്റോ? എന്താടാ പറ്റി പറ. നീ എന്താ പറ്റിയത്? നിന്റെ കെട്ടിയോട് ചോദിക്കടി. നിങ്ങൾ എന്താ ചെയ്ത മനുഷ്യ? സാമത്തിന് പോയി. എന്നാലും നീ എന്നോട് നീ ചെയ്തല്ല. എന്ത് ചെയ്തെന്നേ പറയണേന്ന് നിങ്ങളോടല്ലേ ചോദിക്കണ മുഴുവൻ. ഇവൻ രാവിലെ എന്റെ കൂടെ സ്നേഹിച്ചെന്ന് ഫോട്ടോ എടുത്ത് എന്തിനാന്നറിയാമോ? സമരം നടന്നോണ്ടിരുന്നപ്പോ ഒരു പോലീസുകാര് മൊബൈൽ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിട്ട് ഓടിക്കോട്ട് വന്ന് ഒറ്റ ചവിട്ടന്റെ അതോടെ ഞാൻ എന്റെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ചുറ്റും പോലീസുകാർ. എല്ലാവരുടെ കയ്യിലും മൊബൈലും ഉണ്ട്, മറ്റേ കയ്യിൽ ലാത്തിയുണ്ട്. മൊബൈലിൽ നോക്കും, എന്നെ തല്ലും, തല്ലി എല്ലാം കൂടെ എന്നെ ഒരു പരിവാക്കി. എന്നാലും ഈ ഫോട്ടോ എല്ലാവർക്കും അയച്ചു കൊടുത്തല്ലോ അളിയോ. ഈ മനുഷ്യനെ കൊണ്ട് പോയി തൂക്കുള്ളൂ. ഒന്ന് സ്നേഹമായിട്ട് വരുള്ളൂ. അപ്പോഴേക്കും പിന്നെ എന്തോ ക്ലീറ്റോ, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റം ഇല്ലല്ലോ. റബ്ബറിന്റെ താങ്ങുവല ഉണ്ടാക്കാൻ പോയിട്ട് താങ്ങും മേടിച്ചിട്ട് വന്നു. അതൊന്നും എനിക്കിട്ടൊന്ന് താങ്ങിയതല്ലേടി. പിന്നല്ലേ Alien versus Alien.